ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 4 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ പോകണേ. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം 4 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് 3 ദിവസം പോയാൽ മതിയല്ലോ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, വെള്ളി ശനി ഞാൻ 3 ദിവസം. അപ്പോൾ ഡ്യൂട്ടിക്ക് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ യൂണിഫോമാണിത്. പിന്നെ ബസ് വരാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ അതിനിപ്പുറമായിട്ട് ഇറങ്ങണം. 19 2:36 ബസ്സുണ്ട്. അതിനെനിക്ക് പോകണം. ഇവിടോട്ട് പോയാൽ മതി. 2-3 മിനിറ്റ് നടന്നാൽ മതി. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ ഭയങ്കര വെയിൽ. എങ്ങനെ ഞാൻ വെയിലത്തിങ്ങനെ ഇറങ്ങുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ വെയിലത്ത് ഇങ്ങനെ പോകാൻ. പിന്നെ എനിക്ക് ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് നടക്കാനുണ്ട്. ആ 2 മിനിറ്റ് നടക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിയർത്ത് പോകും. അതുപോലത്തെ ചൂടാ. പിന്നെന്താ, ചേട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാനിതാ ഇപ്പം ഡ്യൂട്ടിക്ക് പോകാൻ പോന്നു. ഇനി വൈകിട്ടൊരു 8-9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വരും രാത്രിയിൽ. പിന്നെന്താ, വേറെ വിശേഷമൊന്നുമില്ല. എല്ലാം സുഖമായിട്ട് പോകുന്നു. നാട്ടിൽ ഭയങ്കര മഴയൊക്കെയാണെന്ന് അറിഞ്ഞു. മഴയും ചൂടും എല്ലാം ഉണ്ട് അവിടെ അല്ലേ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനൽ. ആരും അങ്ങനെ കൂടുതലായിട്ട് കാണുന്നൊന്നും ഇല്ല. എൻ്റെ ചാനൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പോകുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. സാരമില്ല, പയ്യെ പോയാൽ മതി. പയ്യെ തിന്നാൽ പനയും തിന്നാവുന്നില്ലേ. അതുകൊണ്ട് അത് പയ്യെ അങ്ങനെ പോട്ടെ. എത്ര നാളിങ്ങനെ പോകും നമുക്ക് നോക്കാം. നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ള വീഡിയോകൾ നമ്മളിടുന്നു, അത്രയേ ഉള്ളൂ. കഴിവൊന്ന് ശ്രമിച്ചാൽ ഫലം ഉണ്ടാകുന്നല്ലേ. പയ്യെ തിന്നാൽ പനയും തിന്നുന്നല്ലേ. അപ്പോൾ നമുക്ക് പയ്യെ മുമ്പോട്ട് പോകാം. എവിടം വരെ പോകുമെന്നറിയാം. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നാട്ടിൽ പോയിരിക്കുമ്പോൾ ഒരു ചെറിയ വരുമാനം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. നമ്മുടെ കാര്യം നടന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചാലും തുടങ്ങിയതേ ഉള്ളൂ. അല്ലെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉള്ള കൂട്ടത്തിലൊന്നും അല്ലത്. എങ്കിലും കുഴപ്പമില്ല. എന്നാലും ദൈവം സഹായിച്ച് എത്രയും സബ്സ്ക്രൈബറായില്ലേ. 800 സംതിങ് ആയി. അതിന് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. ഇനി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഞാനെന്നപ്പം ഡ്യൂട്ടി പോയിട്ട് വരാമേ. നാളെ വരാം. ഇനി ഈ വീഡിയോ ഞാൻ നാളെ എടുത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഈ വീഡിയോ ഞാൻ നാളെ എടുത്തുള്ളൂ. നാളെ എന്ന് വെച്ചാൽ ശനിയാഴ്ച ഇടും. ഓക്കെ. പിന്നെ ഇനി കടയിൽ പോകണം. കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പച്ചക്കറി വാങ്ങിക്കണം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എല്ലാം തീർന്നിരിക്കും. പച്ചക്കറികളെല്ലാം തീർന്നു. പച്ചമുളക് തീർന്നു. ഇഞ്ചിയും വെളുത്തുള്ളി ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞു, ഇഞ്ചി ഇരിപ്പുണ്ട്, വെളുത്തുള്ളി ഇരിപ്പുണ്ട്, ഉള്ളി ഇരിപ്പുണ്ട്. പിന്നെ ഒരു കെട്ട് ചീര ഇരിപ്പുണ്ട്. ഇത്രയുള്ള എൻ്റെ കയ്യിലിരിക്കുന്ന പച്ചക്കറി. തക്കാളിക്കായി 3-4 ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഇച്ചിരി പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം. ചിലപ്പോൾ ഇച്ചിരി ബീഫ് വാങ്ങിക്കുമായിരിക്കും. ചിലപ്പോൾ അറിയില്ല, മൂഡ് പോലെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാറില്ല. ചേട്ടൻ അങ്ങനെ അതൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതൊന്നും വാങ്ങിക്കത്തില്ല. ചിക്കനും മട്ടനും ബീഫോ. ഒരു വട്ടം കണ്ട് ഇപ്പോൾ ഞാൻ മട്ടൻ വാങ്ങിച്ചു. കഴിഞ്ഞ ആഴ്ച കണ്ട് ഇച്ചിരി വാങ്ങിച്ച് വെച്ചു. അല്ലാതെ വാങ്ങിച്ചായിരുന്നോ? ഇല്ലില്ല, വാങ്ങിച്ചില്ല. അപ്പോൾ പിന്നെ പോർക്ക് അത് നമുക്ക് വേറൊരാൾ കൊണ്ടു വെച്ച് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അത് ഞാൻ വെച്ച് കൊടുത്തു. അപ്പുറത്ത് നമുക്ക് ബീഫ് കറിയൊക്കെ വെച്ച് തരും. എനിക്ക് വെച്ച് തരും കേട്ടോ. ചേട്ടൻ കഴിക്കത്തില്ല. എനിക്കുള്ളതൊക്കെ അവർ വെച്ച് തരും. അപ്പോൾ പോയിട്ട് വരട്ടെ. ചിലപ്പോൾ ഞാൻ ഇച്ചിരി ബീഫ് വാങ്ങിക്കും. ഇന്ന് വാങ്ങിച്ച് സൺഡേയിലേ വെക്കത്തുള്ളായിരിക്കും. അപ്പോൾ ശരിയാണ്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാമേ. ബൈ.